സ്വീകരിക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി സംരക്ഷണം ഒരുക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയല്ല ചെയ്യുന്നത്. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? മുഖ്യമന്ത്രിയല്ലേ. ആ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ മകളല്ലേ വീണ വിജയൻ. വീണ വിജയനോട് പറയുന്നു, പോലീസിനോട് പറയുന്നു, ഇതിൽ ഡി ജി പി ഇതിൽ ഉത്തരം പറയണം. എന്തുകൊണ്ടാണ് ഒരു വനിത ഇങ്ങനെ സഹായം അഭ്യർത്ഥിച്ച് പോലീസിനെ വിളിച്ചിട്ട് ഇതുവരെയും അതിലൊരു കേസുണ്ടോ, ഒരു പരാതിയുണ്ടോ, FIR ഇട്ടോ, എന്താണ് അതിന്റെ സ്റ്റേറ്റസ് എന്ന് DGPയും പറയണം, മുഖ്യമന്ത്രിയും പറയണം. പക്ഷെ മുഖ്യമന്ത്രി ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിലെ സ്ത്രീകളെ വഞ്ചിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. ഈ വിഷയത്തിൽ KSU നേതാവിന്റെ ഒരു പോസ്റ്റിനെ പറ്റിയുള്ള ചോദ്യത്തിനാണ് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവും പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ച കോൺഗ്രസുകാരെയും അദ്ദേഹം വിമർശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ചിലയിടത്ത് IVF സെന്ററുകൾ വരെ അടയ്ക്കേണ്ട അവസ്ഥയൊന്നും താൻ ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലൊക്കെ കൃത്യമായ നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച് കഴിഞ്ഞ കാര്യമാണ്. അതിലേക്ക് നമ്മൾ വീണ്ടും പോകേണ്ട കാര്യമില്ല. കൃത്യമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ത് സമീപനം എടുക്കുന്നു, മുഖ്യമന്ത്രി എന്ത് പറയുന്നു? മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യയാണ് പൊതുസമൂഹത്തിനോടായി വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ അവിടെ ഇവിടെയും ഇരുന്ന് ആരെങ്കിലും പറയുന്ന കാര്യത്തിലല്ല ഞങ്ങളാരും. ഞാൻ ഇപ്പൊ 2 ദിവസമായിട്ട് ഈ വിഷയം വന്നല്ലോ, ഞങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചോ? ഞങ്ങളാരും പ്രതികരിച്ചിട്ടില്ലല്ലോ. എന്തെങ്കിലും കേട്ടതിന്റെ അടിസ്ഥാനം ഇത് മന്ത്രിയുടെ ഭാര്യ തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ വേറെ ഏതെങ്കിലും ഒരു സാഹചര്യമായി ഇതിനെ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു റെയർ സാഹചര്യമാണ്. നമ്മൾ ഇത് കേൾക്കാത്തൊരു സാഹചര്യമാണ്. ഒരു മന്ത്രിയുടെ ഭാര്യക്ക് ഈ അവസ്ഥ വന്നിട്ടുണ്ട് എന്ന് മന്ത്രിയുടെ ഭാര്യ തന്നെ പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല. അതിൻ്റെതായ ഒരു സീരിയസ്നെസ്സും അതിൻ്റെതായ നടപടികളും ഈ ഗവൺമെന്റ് എടുക്കണം എന്നുള്ള, പോലീസ് വകുപ്പും ഈ ഗവൺമെന്റും എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് വീണ്ടും പറയാനുള്ളത്. തീർച്ചയായും മുഖ്യമന്ത്രി ഇതിൽ പ്രതികരിക്കുന്നില്ല, ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാൻ എന്തിനാണ് മടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഇങ്ങനെ വരികയാണ്. മുഖ്യമന്ത്രി എന്താ KSRTC ബസ്സുകളിലൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുള്ളത്? കേരളം മുഴുവൻ ഒന്ന് യാത്ര ചെയ്ത് നോക്ക്. ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അവിടെ ഹോർഡിങ്ങുകളിൽ എന്താ എഴുതി വെച്ചേക്കുന്ന? അവൾക്കൊപ്പം എന്ന് KSRTC ബസ്സിലും അല്ലെങ്കിൽ കേരളത്തിലെ ഹൈവേകളിലെ വലിയ വലിയ ഹോർഡിങ്ങുകളിലും അവൾക്കൊപ്പം എന്ന് എഴുതിയത് കൊണ്ട് കേരളത്തിലെ സ്ത്രീകൾക്കൊപ്പമാണ് മുഖ്യമന്ത്രി എന്നില്ല. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയണം. അതല്ല എങ്കിൽ മുഖ്യമന്ത്രിയും ഇതിനൊക്കെ സംരക്ഷണം കൊടുക്കുകയാണ് എന്ന് നല്ല അതിന്റെ ഒരു കൺക്ലൂഷൻ. ഒരു കാര്യം എന്തിനാണ് മുഖ്യമന്ത്രിയുടെ വിശ്വാസം? കാരണം PT കുഞ്ഞുമോഹന്റെ ഒരു പരാതി വന്നപ്പോൾ ആ പരാതിയിൽ 4 ദിവസം കഴിഞ്ഞിട്ട് പോലും കേസെടുക്കാൻ തയ്യാറായില്ല. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയാണ്. പിന്നെ മുഖ്യമന്ത്രി എന്തിനാണ് പ്രതീക്ഷ? അതുകൊണ്ട് തന്നെയല്ലേ മഹിളാ കോൺഗ്രസ് വനിതാ ദിനം വഞ്ചനാ ദിനമായി ആചരിച്ചത്. കേരളത്തിലെ സ്ത്രീകൾക്ക് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഭരണകാലത്തിൽ കണ്ണീർ കാലമാണ്. കണ്ണീരണിഞ്ഞിരിക്കുകയാണ്. മന്ത്രിയുടെ ഭാര്യ പോലും കണ്ണീരിലാണ്. ഇത് പ്രതീക്ഷയല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തം ആവശ്യപ്പെടുക എന്നുള്ളതാണ്. ഏതായാലും ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയുടെയൊക്കെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ജനങ്ങൾ ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയെങ്കിലും മുഖ്യമന്ത്രിക്ക് സ്ത്രീകൾക്കൊപ്പമാണ് എന്ന് വരുത്താനെങ്കിലും മന്ത്രി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള നടപടികൾക്ക് അപ്പുറത്തേക്ക് ഇനിയുള്ള നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് മഹിളാ കോൺഗ്രസ് വിധത്തിന് മുന്നിൽ നിൽക്കും. അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ പരാതി നൽകാൻ തയ്യാറല്ല എന്ന് ബില്ല് പറയുമ്പോഴും ഇത് സംബന്ധിച്ച് അവർ 112ലേക്ക് വിളിച്ചിട്ടുണ്ട് എന്ന് തന്നെ അവർ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഒരു ലീഗൽ ബാറ്റിന്റെ ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായും ലീഗൽ ബാറ്റിന്റെ ഒരു സാഹചര്യമുണ്ട്. വനിതാ കമ്മീഷന്റെ ഒക്കെ കാര്യം പിന്നെ പറയാതിരിക്കുന്ന, ഞാനൊക്കെ പറഞ്ഞ് എഴുതി കത്തെഴുതി കംപ്ലൈന്റ് കൊടുത്ത് ഏകദേശം ഒരു 50ഓളം പരാതികളെങ്കിലും മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റും ഒരു വനിതാ MP എന്ന നിലയിൽ വനിതാ കമ്മീഷനൊക്കെ പലരുടെയും കാര്യത്തിൽ കൊടുത്തിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ വനിതാ കമ്മീഷൻ അവിടെ ഇരിക്കുകയാണ്. വനിതാ കമ്മീഷൻ ഒരു പോഷക സംഘടനയായി CPMന്റെ ഒരു പോഷക സംഘടനയായി പ്രവർത്തിക്കുകയാണ്. പക്ഷെ എങ്കിലും ഞങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റും. തീർച്ചയായും DGPക്ക് പരാതി കൊടുക്കും. ഇതാണ് അവസ്ഥ എങ്കിൽ എങ്ങനെയാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഇവരെത്ര കോടികളാണ് ചെലവാക്കുന്നത് PR വർക്കിന് വേണ്ടി? അതിന്റെ ഒരു 1% എഫേർട്ട് ഇവർക്കൊന്ന് കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവരനുഭവിക്കുന്ന ദുഃഖത്തിൽ അവരുടെ പരാതികൾ കേൾക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാവുന്നുണ്ടോ?
അതൊന്നുമില്ലാതെ കോടിക്കണക്കിന് രൂപ PR വർക്കായി ചെലവഴിക്കുക, ബസ്സിലൊട്ടിക്കുക, ഇതേപോലെ ബോർഡ് വെക്കുക. ഇതല്ലാതെ യാഥാർത്ഥ്യം എന്താണ് എന്ന് കേരളത്തിലെ സ്ത്രീകളും ജനങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ ഗണേഷ്കുമാറിന്റെ ഭാര്യയ്ക്ക് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അവരുടെ ജീവൻ ഭീഷണിയുമായി അങ്ങനെ എന്തെങ്കിലും സംശയം അങ്ങനെ എന്തെങ്കിലും? അവരുടെ ജീവന് ഭീഷണി എന്ന് അവർ തന്നെയാണല്ലോ പറഞ്ഞത്. അവർ പറഞ്ഞല്ലോ അവരുടെ കയ്യിൽ നിന്നും ആ ഫോൺ തട്ടിപ്പറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഒരു മന്ത്രിയുടെ സ്റ്റാഫ് മന്ത്രിയുടെ ഭാര്യയെ അതിക്രമിക്കുക. ഇതൊക്കെ എന്താണ്? ഇതൊരു സിനിമ സ്റ്റൈലിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ പോലും ഇത്ര ഭയാനകമായ സീനുകളൊന്നും നമ്മൾ കാണാറില്ല. പക്ഷെ ഇത് നോക്കൂ, മന്ത്രിയുടെ ഭാര്യയെ മന്ത്രിയുടെ സ്റ്റാഫ് പിടിച്ചു പറിക്കുന്നു. ഇതെല്ലാം എന്താ നടക്കുന്നത്? കേരളത്തിൽ എന്താ നടക്കുന്നത്?